പശുവും ചത്തു മോരിൽ പുളിയും പോയി. എന്നിട്ടും അതിനെ വിടാതെ പിന്തുടരുന്ന കുറേ ആൾക്കാർ. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസിനെക്കുറിച്ചും അനുമോളിനെക്കുറിച്ചും അനുമോളുടെ പി ആറിനെക്കുറിച്ചും ഒക്കെയാണ്. നമ്മൾ ഈ കണ്ട ഈ ഒരു സീസണിൽ മുഴുവൻ നമ്മൾ കണ്ടതാണ് പി ആർ റിലേറ്റഡ് പ്രശ്നങ്ങളുമൊക്കെ. ഇപ്പോൾ പുതിയ കുറേ കഥകളുമായിട്ട് ഈ പറയുന്ന കുറേ ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട്. സമ്മർ മീഡിയയെക്കുറിച്ചും രാജ് ടോക്കിനെക്കുറിച്ചും ഒക്കെ ഇവരൊക്കെ ലക്ഷങ്ങൾ അതിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ഇത്ര എമൗണ്ട് കൊടുത്ത് പി ആർ ചെയ്യണമെന്നും പറഞ്ഞ് കൊടുത്തു. പക്ഷേ ഇവർ കൊടുക്കുന്ന പൈസ മേടിക്കുന്നവർ ലൈവ് കാണുന്നവരല്ല. ലൈവ് കണ്ടിട്ട് ആ ലൈവിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാൾക്കിപ്പോൾ എപ്പോഴും ചെന്നിട്ട് ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റുമോ? എല്ലാ ആഴ്ചയിലും ചെന്ന് വോട്ട് ചെയ്യിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സമർത്ഥിക്കുന്ന കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ അതിൻ്റെ ലോജിക് കൂടെ മനസ്സിലാക്കണം. വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അല്ലെ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ട് വീഡിയോ എടുക്കുക എന്നതിലുപരി നമ്മളതിൻ്റെ നമ്മൾക്ക് നമ്മളുടേതായ ഒരു ചിന്തയുണ്ടല്ലോ എന്തായിരിക്കും ഇതെന്നുള്ളത്. അങ്ങനെ പറയണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അനുമോൾക്ക് അനുകൂലമായിട്ട് തന്നെ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ 24/7 ലൈവ് കാണുന്ന ഒരാളായിരുന്നു. എനിക്കൊരു പി ആറും ഇല്ല, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു പ്രതിപത്തിയില്ല. ആദ്യമൊക്കെ ഞാൻ നെവിനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമാണ്. ഈ ഗെയിമിനകത്ത് സർവൈവ് ചെയ്ത് വരുന്ന ആരാണോ അവരാണ് വിന്നർ. അങ്ങനെ നോക്കുമ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് ചിന്തിച്ചാൽ ഏറ്റവും കൂടുതൽ കോർണർ ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തതും അനുമോളല്ലേ? അപ്പോൾ അനുമോളല്ലേ ഇതിനകത്ത് വിന്നറാവേണ്ടത്? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൂലാമാലകളൊക്കെ വലിച്ചു വെച്ച് ഈ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിലേക്ക് പോകുന്നത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?